സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം നിന്റെ സ്ഥാനം നീക്കം ചെയ്യപ്പെടാതിരിക്കാൻ. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ഓർക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്ഥാനം നീക്കം ചെയ്യപ്പെടാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഓരോ സ്ഥാനത്തേക്കും ഉയർത്തുമ്പോൾ ദൈവത്തിന് ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായ മക്കൾ നമ്മളൊരു കാലഘട്ടം കഴിയുമ്പോൾ മക്കൾ പ്രാചാരായി കഴിയുമ്പോൾ അവരെ പഠനം തീർത്തൊരു ഉത്തരവാദിത്വമൊക്കെ എടുക്കാറുള്ള ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മക്കളെ ഏൽപ്പിക്കും. അപ്പോൾ ഏൽപ്പിക്കുന്ന ഈ അപ്പൻ്റെ അമ്മയുടെയും ആഗ്രഹം എന്താ? ഞാൻ നടത്തുന്നതിനേക്കാൾ നന്നായിട്ട് ഇവനിത് നടത്തിക്കൊണ്ട് വരണം. അപ്പോൾ അവൻ്റെ കൂടെ നിന്നതെല്ലാം നന്നായിട്ട് അവന് കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവൻ നന്നായിട്ട് അഭിവൃദ്ധി പ്രാപിച്ച് നന്നായിട്ട് കയറി വരണം. തൻ്റെ കാലത്തതിനേക്കാൾ മക്കളുടെ കാലത്ത് നന്നായി വരണമെന്നാണ് ഹൃദയത്തിൽ സ്നേഹമുള്ള മാതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ പ്രിയം, അത് ബിസിനസ് ആണെങ്കിലും അത് ജോലിയാണെങ്കിലും അത് എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ദൈവം നിന്നെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിനും അതുപോലെ ചിലപ്പോൾ നല്ല പ്രതീക്ഷകളുണ്ട്. നിന്നെ കർത്താവ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നീ ഒരു നല്ലൊരു ബിസിനസ് നടക്കുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ നീ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷ നടത്തുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വചന പ്രഘോഷണം നടത്തുന്ന, ഒരു കൗൺസിൽ നടത്തുന്ന ശുശ്രൂഷകനായിരിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ആ സ്ഥാനത്ത് ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് നീ അവിടെ നിന്ന് വർഷങ്ങളോളം വേര് പിടിച്ച് നീ നന്നായിട്ട് തഴച്ച് വളർന്ന് പന്തലിച്ച് വളർന്ന് നിലനിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിന്നെ ദൈവം ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നീ വസിക്കുന്ന രാജ്യത്ത് നീ വലിയ നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ അവിടെ വാറ്റുതീരത്ത് നടപ്പെട്ട വർഷം പോലെ വേര് പിടിച്ച് തഴച്ച് വളർന്ന് ഇലക്കുറപ്പോടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവം അത് പ്രതീക്ഷിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നെ ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വത്തെ നീ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അതിനകത്ത് നീ വേര് പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഭാഗത്ത് നിന്ന് നീ ചില കാര്യങ്ങൾക്ക് ചില പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 29 വേഴ്സ് 14. സുഭാഷിതങ്ങൾ 29-14. അവിടെ കാണുന്ന വചനം ഇങ്ങനെയാണ്. സുഭാഷിതങ്ങൾ 29. നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് സഹോദരങ്ങൾ വചനം വായിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് സ്ക്രീനിൽ നോക്കിയോ ബൈബിളിൽ നോക്കിയോ അല്ലെങ്കിൽ വായിക്കാൻ ചേർന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. വചനം പഠിപ്പിക്കുകയാണ്, ദരിദ്രർക്ക് നീതി ഉറപ്പ് വരുത്തുന്ന രാജാവിൻ്റെ സിംഹാസനം ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ, ഒരു രാജാവ് രാജഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാജാവിൻ്റെ മരണം വരെ അവർ രാജാവായി അവിടെ തന്നെ ഇരിക്കണം ദൈവം ആഗ്രഹിച്ചിട്ടാണ് രാജ്യസ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പാർട്ടി അധികാരത്തിൽ വരാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെ എന്നതുപോലെ പറയപ്പെടുന്നൊരു വചനമാണിത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, നീ ഏത് രാജ്യത്ത് ഏത് മേഖലയിൽ ജോലി ശുശ്രൂഷ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അതിനകത്ത് നിലനിൽക്കുന്ന കഥ പഠിപ്പിക്കുകയാണ്, നിനക്ക് ദരിദ്രർക്ക് നീതി ഉറപ്പ് വരുത്തുക എന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവ് മാത്രം ആശ്രയ അഭയമായിട്ടുള്ളവൻ. അവന് നീതി ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ നീതി എന്ന് പറയണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതം നിറവേറ്റുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവഹിതം നിറവേറ്റുന്നതാണ് ദൈവത്തിൻ്റെ നീതി. നീ ഇന്ന് ഗവൺമെൻറ് സ്ഥാപന ജോലി എന്ന് വ്യക്തിയായിരിക്കാം, നീ ഒരു പ്രൈവറ്റ് സ്ഥാപന ജോലി എന്ന് വ്യക്തിയായിരിക്കാം, നീ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം.
നീ ഒരു സ്കൂളിൽ നടന്ന വ്യക്തിയായിരിക്കാം, നീ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലീജിയസ് കമ്മിറ്റ്മെന്റ് നടത്തിയ ആളാണെങ്കിൽ ഒരു വൈദികനായിരിക്കാം, ഒരു സിസ്റ്ററായിരിക്കാം, ഒരു ആത്മായ ശുശ്രൂഷകനായിരിക്കാം, നീ ഒരു ബിസിനസ് നടന്ന ആളായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നീതി ഉറപ്പ് വരുത്തുന്നുണ്ടോ? നീ ദൈവഹിതം നിറവേറ്റുന്നുണ്ടോ? Praise the Lord. Praise the Lord. നീതി എന്ന് പറയുന്നത് ചെയ്യേണ്ട നന്മ ചെയ്യുന്നവനല്ല ബൈബിളിലെ നീതിമാൻ, മറിച്ച് ചെയ്യണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് ബൈബിളിലെ നീതിമാൻ. ചെയ്യേണ്ട നന്മ ചെയ്യുന്നവനല്ല ബൈബിളിലെ നീതിമാൻ. അത് ലോകത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതിയും ലോകത്തിന്റെ നീതി തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവിക നീതി വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഹിതം നിറവേറ്റുന്നതാണ് നീതി, ദൈവഹിതം നിറവേറ്റുന്നവനാണ് നീതിമാൻ. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ യഹൂദ ആ ആചാരപ്രകാരം യോസേപ്പിന്റെ ഭാര്യമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ യോസേപ്പ് പിതാവ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ഒരു തീരുമാനമെടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥലത്ത് പടർന്ന് പന്തലിച്ച് ജലക്കൊഴപ്പോടെ നിൽക്കണമെങ്കിൽ നീ ദൈവഹിതം നിറവേറ്റണം. ഏത് ജീവിതാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, നീ ജാതി ഏതാണെങ്കിലും ശരി, ദൈവഹിതം നിറവേറ്റുന്നില്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഉയർന്നു വരുന്ന മഞ്ഞ് അടുത്ത വെയിലത്ത് അപ്രത്യക്ഷമാകുന്നത് പോലെ, വെയിൽ തെളിയുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ, പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ അപ്രത്യക്ഷനായി മാറും. നീ പുറന്തള്ളപ്പെട്ട വ്യക്തിയായി മാറും. നിനക്ക് മുമ്പിൽ ഒരു തിരുശീല വന്ന് വീഴുമെന്നും നീ ഒരു പിന്നാമ്പുറത്തിന്റെ കഴുതയായി മാറുമെന്നും എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന കാരണം നീ നന്നായി പൂത്തൊലഞ്ഞ് വരണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനോട് ചേർന്ന് വരുന്ന ഒരു വചനം കൂടെ നമുക്ക് പഠിക്കാം. അതെവിടെയാണ് വചനം പഠിപ്പിക്കുന്നത്? അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 30-ാം വാക്യത്തിലാണ്. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 10 വേഴ്സ് 30. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 30-ാം തിരുലിഖിതം നമുക്ക് സ്ക്രീനിൽ നോക്കി നന്നായിട്ട് ചേർന്ന് ഒരുമിച്ച് വായിക്കാം. സുഭാഷിതങ്ങൾ 10-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം വായിക്കാം. നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല, ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. മനസ്സിരുത്തി ഒന്നുകൂടെ വായിക്കാം. ആ സ്ക്രീനെ നോക്കി മനസ്സിരുത്തി. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഉറക്ക വചനം കൊണ്ട് വായിക്കുക. വീട്ടിലിരുന്ന് വചനം വായിച്ച് എവിടെ ഇരുന്ന് വചനം വായിച്ചാൽ അവിടെ അപ്പം തന്നെ ആ വചനത്തിന്റെ ഒരു കൃപ വ്യാപരിക്കും. ഉറക്കി ഒന്നുകൂടെ വായിക്കാം. നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല, ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്: നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. തൊട്ട് മുമ്പത്തെ വചനത്തിൽ കണ്ടത് എങ്ങനെയാണ്? അവന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചു നിൽക്കും, നീതി നിറവേറ്റുന്നവന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. ഇവിടെ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്: നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവഹിതം നിറവേറ്റുന്നവനാണെങ്കിൽ ബൈബിളിൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ്, ദൈവം വിളിക്കുന്ന പേരാണ് നീതിമാൻ. നിനക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. ട്രെയിനിന് പാളം തെറ്റാം, വിമാനത്തിന്റെ ആ അന്തരീക്ഷത്തിലുള്ള ഒരു ട്രാക്ക് അത് മാറിപ്പോകാം, വണ്ടി റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കണ്ടെത്തി ചാടാം, വിക്ഷേപിച്ച റോക്കറ്റ് ട്രാക്ക് തെറ്റി അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം തെറ്റി വേറെ സ്ഥലത്ത് ചെന്ന് വീഴാം. പ്രിയപ്പെട്ട ദൈവം വചനം പഠിപ്പിക്കുകയാണ്: നീതിമാൻ ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. അത് ദൈവം അരുളിച്ചേർക്കുന്ന വചനമാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കുടുംബം, നീ ഒരു വിവാഹത്തിന് ഒരുങ്ങിയപ്പോൾ ചിന്തിച്ച് നോക്ക്. നീ ഒരു വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് നാളെ നിനക്ക് എന്തുമാത്രം സ്വപ്നം ഉണ്ടായിരുന്നു? രണ്ടുപേർക്ക് ഇതേ സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? ഒരു കുടുംബം, ഒരു വീട്, ധാരാളം മക്കൾ, ജോലി, മാതാക്കന്മാരും മക്കൾ ഒരു സ്നേഹത്തോടെ സന്തോഷത്തെ കഴിഞ്ഞൊരു സന്തോഷ കുടുംബത്തിൽ നിനക്ക് ചിന്തയില്ലായിരുന്നോ? നീ ഒരു പുതിയ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് നീ ഇടവകൽ വികാസത്തിനെ കൊണ്ടുവന്ന് വെച്ചാൽ ആ തറക്കല്ലിടുമ്പോൾ നിനക്കൊരു സ്വപ്നമില്ലായിരുന്നോ? എന്നിട്ട് ആ സ്വപ്നത്തിന് മുകളിൽ ദൈവ ആശീർവാദം തരാൻ മനസ്സുമായിരുന്നില്ലേ? എന്നാൽ എന്റെ നീ വഴിക്ക് വെച്ച് കരിഞ്ഞുപോയി, കുറ്റിച്ചെടി പോലെ എന്താ നീ ഉണങ്ങിപ്പോയി, മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ നീ എന്തെങ്ങനെ കുത്തിയിരിക്കുന്നത്?
അതിനെ പഠിപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ, ദൈവഹിതം നിറവേറ്റുന്ന കാര്യത്തിൽ നിനക്ക് എവിടെയെങ്കിലും സ്ഥാനഭ്രംശം വന്നിട്ടുണ്ടോ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ കണ്ണുനീരോടെ ചിന്തിക്കണം. നിന്റെ കുടുംബത്തിൽ ധാരാളം മക്കൾ ജനിക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമായിരുന്നു, നീ അത് നിറവേറ്റിയോ? ദേശാംശം കൊടുക്കുന്നത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, നീ അത് നിറവേറ്റിയോ? നീ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ കൈക്കൂലി മേടിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, നീ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചോ? നീ ഒരു താൽക്കാലിക കാര്യം നടക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ ശരിപ്പെടുത്തിയായിരുന്നോ? Praise the Lord. Praise the Lord. ഒരുമിച്ച് പറ ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പറ ഹല്ലേലൂയ. Hallelujah. ഒരു ശുശ്രൂഷാലയത്തിൽ നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചു, നീ അവിടുത്തെ ദൈവകത മുഴുവൻ നിറവേറ്റിയോ? നിന്നെ ഒരു വികാരിച്ചനായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ട് ഒരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ അയച്ചു, ആ സ്ഥലത്ത് നിറവേറ്റ ദൈവകത മുഴുവൻ നീ നിറവേറ്റിയോ? Praise the Lord. Praise the Lord. ഒരുമിച്ച് പറ ഹല്ലേലൂയ. Hallelujah. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. കാരണവന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാന്നറിയോ? ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ തുടങ്ങരുത്. ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ തുടങ്ങരുത്. ഒരു മരമട്ടം കയറുന്ന സമയത്ത് ആ മുറിക്കാൻ പോകുന്ന കമ്പിന്റെ അപ്പുറത്ത് കയറുന്ന ഇപ്പുറത്ത് മുറിക്കാൻ തുടങ്ങിയ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ മുറിച്ച് അതിന്റെ അവസാനത്തെ ജോയിന്റ് വിടുമ്പോൾ വീണ്ടും നെല്ലോ കിടക്കുന്ന ധരണിയിൽ. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. നിന്നെ ദൈവം ഏത് സ്ഥാനത്താക്കിയിട്ടുണ്ടെങ്കിലും അതിന് ദൈവഹിതം നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു കുഞ്ഞ് വീഴ്ച വരുത്തിയാൽ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന മനുഷ്യനെ പോലെയാണ് നീ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്, ഒരുപാട് കൃപ നിനക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം നൽകുന്ന എന്തുവേണ്ട, നീ ഇതിലൂടെ എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ ഹിതം പഠിച്ചറിഞ്ഞ് നീ ആ ട്രാക്കിലേക്ക് വരണം. നീ ആ ട്രാക്ക് തെറ്റാതെ ഓടണം. നീ ദൈവഹിതം നിറവേറ്റണം. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കി തരുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. ശാപത്തെ ലംഘിക്കരുന്ന ദൈവഹിതം നിറവേറ്റിയോ? കുടുംബ പ്രാർത്ഥന മുടക്കരുന്ന ദൈവഹിതം നിറവേറ്റിയോ? പ്രിയപ്പെട്ട മക്കളെ, മാതാക്കന്മാരെ ബഹുമാനിക്കുന്ന ദൈവഹിതം നിറവേറ്റിയോ? ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. Hallelujah. ദാനിയേൽ പ്രവചനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 4 വേഴ്സ് 27. അവിടെ നബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിന് ചില പ്രത്യേക തരത്തിലുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കമ്പ് മുറിച്ച് മാറ്റുന്ന പോലെ, കർത്താവ് കാറ്റത്ത് വിളക്കണയാൻ തുടങ്ങുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ ചില അപകടങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ദാനിയേൽ എന്ന പ്രവാചകന് ദൈവം ചില വെളിപ്പെടുത്തൽ കൊടുത്തിരുന്നു. എന്നിട്ട് ദാനിയേൽ ചെന്ന് നബൂഖദ്നേസർ രാജാവിനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ദാനിയേൽ പ്രവാചകൻ 4-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുലിഖിതം. നമുക്ക് അതൊന്ന് സ്ക്രീനിൽ നോക്കിയോ ബൈബിളിൽ നോക്കിയോ ഉറക്കെ വായിക്കാം. അതിനാൽ രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരു പക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കാം. നബൂഖദ്നേസർ രാജാവിന്റെ കർത്താവ് പറഞ്ഞനുസരിച്ച് ദാനിയേൽ പറഞ്ഞു കൊടുക്കുക, രാജാവേ ഞാൻ പറയുന്നത് കേൾക്കുക, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. എന്നിട്ട് ദാനിയേൽ പറയാണ്, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്. ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവപ്രകാരം നിറവേറ്റുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് നീ മർദ്ദിതരോട് കാരുണ്യം കാണിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് നീ ദൈവകത നിറവേറ്റിയാൽ സ്വസ്ഥതയുടെ കാലം കർത്താവ് നിനക്ക് നീട്ടിത്തരും. നിനക്ക് ഇപ്പം തന്നിരിക്കുന്ന കാലാവധി 5 വർഷമാണെങ്കിൽ ദൈവം കാലം നീട്ടിത്തരും. നിന്റെ ആയുസ് കർത്താവ് നീട്ടിത്തരും. നിന്റെ ഉത്തരവാദിത്തത്തിന്റെ കാലഘട്ടം ദൈവം നീട്ടിത്തരും. നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ കാലഘട്ടം ദൈവം നീട്ടിത്തരും. നീ ഒരു നേഴ്സായിട്ടും ഡോക്ടറായിട്ടും നീ എഞ്ചിനീയർ ആയിട്ടും നീ എവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നീ ദൈവത്തെ നിറവേറ്റാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ട ദൈവത്തിലെ നിനക്ക് സ്വസ്ഥമായിട്ട് നിനക്കും നിന്റെ കുടുംബത്തിന് ജീവിക്കാൻ തക്കവിധമുള്ള എല്ലാ കാര്യം ഒരുക്കി തന്നിട്ട് ദൈവം അതിന്റെ കാലവും നീട്ടവും വർഷങ്ങളും ദിവസങ്ങളും എണ്ണം കൂട്ടിത്തരും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസങ്ങൾ പോലെ ദൈവം തന്റെ കണക്കിൽ ഒരു ദിവസം കൂട്ടി നിന്റെ 1000 ദിവസം അങ്ങോട്ട് കൂടി. 1000 ദിവസം വർഷത്തിന് കണക്ക് കൂട്ടണം എന്ന് പറയുന്നത് പോലെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബൈബിളിൽ ചില കഥാപാത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ പഠിക്കാൻ പരിശ്രമിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ചില പ്രത്യേക ടെൻഡൻസികളുണ്ട്, ചില പ്രത്യേക സംഗതികളുണ്ട്. അത് ജീവിതത്തിൽ ഇങ്ങനെ തല പൊക്കാൻ തുടങ്ങിയാൽ
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ, പൊങ്ങി വരുന്ന മഞ്ഞ് അടുത്ത കാറ്റത്ത് അപ്രത്യക്ഷമാകുന്നത് പോലെ അവർ അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണുകയാണ്. ദൈവം രാജാവിനെ ഉയർത്തി, ദൈവം സ്ഥാനപതിയായിട്ട് ഉയർത്തി, ദൈവം പ്രവാചകനെ ഉയർത്തി, ന്യായാധിപൊക്കെ ഉയർത്തി, വർഷങ്ങളോളം നിലനിൽക്കട്ടെ നമ്മൾ അനുഗ്രഹിച്ച്. എന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ അപ്രത്യക്ഷരായി പോയ, വീണ് തകർന്നു പോയ, വീണ് കിടക്കുന്ന പഴങ്കപാത്രം പോലെ ചെതറിപ്പോയ ചില കഥാപാത്രം ബൈബിളിലുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ചില ടെൻഡൻസികൾ, ചില പ്രത്യേക ടെൻഡൻസികളുണ്ട്. ആ ടെൻഡൻസികൾ എന്ന് ജീവിതത്തിൽ വരുന്നോ അന്ന് ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന പോലെ അപ്രത്യക്ഷരായിത്തീരും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പഠിച്ചെനിക്ക് മനസ്സിലായത്, മൂലപാപത്തിന്റെ വേരുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് കയറുന്നോ അന്ന് മുതൽ അവന്റെ സ്വസ്ഥത കാലത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങി. അവന്റെ സ്വസ്ഥത കാലത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് വിചാരിക്കണം. ഇപ്പൊ നമ്മൾ കണ്ട ദാനിയേൽ പ്രവചനമാണ്. ആ ദാനിയേൽ പ്രവചനത്തിൽ ഈ നബൂഖദ്നേസർ രാജാവിനോട് മനസ്സിലാകുന്ന ഭാഷയിൽ വന്നിട്ടാണ് ദാനിയേൽ ഉപദേശം കൊടുത്തത്. അവനത് മൈൻഡ് ചെയ്തില്ല. ഇവൻ ആരോടെ എന്നോട് പറഞ്ഞോ, നബൂഖദ്നേസർ രാജാവ് തീരെ കൈക്കൊണ്ടില്ല. അതെന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമായതല്ലേ, നിനക്ക് നിന്റെ അപ്പനമ്മ ഒരു ഉപദേശം തരുമ്പോൾ, നിന്റെ വികാരത്തിന് ഉപദേശം തരുമ്പോൾ, അഭിഷേകത്തിന് പ്രോഗ്രാമിനോട് നിനക്കൊരു താക്കീത് അല്ലെങ്കിൽ നിനക്കൊരു ഉപദേശം ബഹുമാനപ്പെട്ട വട്ടാച്ചൻ ലഭിക്കുമ്പോൾ, നീ ഡിവൈൻ ഡിവിഷൻ ചാനൽ കണ്ടാലും, നീ ശാലോം കണ്ടാലും, നീ മരിയൻ TV കണ്ടാലും, ഏത് ശുശ്രൂഷയിലൂടെ ആണെങ്കിലും നിനക്കൊരു താക്കീത്, നിനക്കൊരു സന്ദേശം, നിനക്കൊരു ഉപദേശം കർത്താവ് തരുമ്പോൾ, ഒരു കൗൺസിലിംഗ് സമയത്തായിരിക്കും, വേദോടെ ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ യുവജനങ്ങൾക്കുള്ള ഒരു പ്രബോധനത്തിലായിരിക്കും, മാർപ്പവരുടെ ജാഗ്രതത്തിലായിരിക്കും, നിനക്കൊരു ഉപദേശം തരുമ്പോൾ നീ അത് തള്ളിക്കളയരുത്. നീ തള്ളിക്കളയരുത്. ഇവനെ തള്ളിക്കളഞ്ഞ് എന്താ സംഭവിച്ചത്? 29-ാമത്തെ അങ്ങനെ പ്രിയപ്പെട്ട ശരിക്കും പറഞ്ഞാൽ മൂലപാപത്തിന്റെ പേര് ഓരോന്ന് കയറുമ്പോൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അതിലാദ്യത്തെ ഒരു സംഗതിയാണ് അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്ന മൂലപാപത്തിന് വേര് കയറിയാൽ ചെടി കുടിച്ചു വെക്കുമ്പോൾ ഒരു ചെറിയ വേര ഉണ്ടാവുള്ളൂ. കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ സഹോദരങ്ങളെ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ വേരങ്ങോട്ട് വളർന്ന് അതങ്ങോട്ട് പിരിമുറുക്കും എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നറിയാം. ഈ പാരസൈറ്റ് ആയിട്ടുള്ള ചെടിയുണ്ട്. പാരസൈറ്റ് ആയിരിക്കുന്ന ചെടി ഒരു വർഷത്തിൽ വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവസാനം എന്ത് ചെയ്യും? അവസാനം വൃക്ഷത്തിൽ നിന്നുള്ളത് മുഴുവൻ വലിച്ചെടുത്തിട്ട് അവസാന വൃക്ഷത്തെ ഉണക്കിക്കളഞ്ഞ് പാരസൈറ്റ് മാത്രം നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് ചില മൂലപാപങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വേര് പാകണത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ആദ്യം തന്നെ അഹങ്കാരം. ഈ നബൂഖദ്നേസർ രാജാവിന്റെ തലയിൽ എന്ന് അഹങ്കാരം കയറിയോ അന്ന് അവൻ ഇരിക്കുന്ന കമ്പ് മുറിച്ച് തന്നെ താഴെ ചാടി. ദൈവം ഓരോ സ്ഥലത്തേക്ക് നിന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വലിച്ച് താഴെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യനെ പോലെയല്ല ദൈവം. പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 29, 30, 31 വാക്യങ്ങളാണ്. ദാനിയേൽ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 29, 30, 31 വാക്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ നോക്കിയും ബൈബിളിൽ നോക്കിയും നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന് മട്ടുപ്പാവിൽ ഉല്ലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രാഭവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 12 മാസം കഴിഞ്ഞ് താൻ പണി കഴിച്ചപ്പോ രാജകൊട്ടാരത്തിന് മട്ടപ്പാവിൽ ഉല്ലാത്ത സമയത്ത് ഒരു പ്രത്യേക അഹങ്കാരത്തോടെയും ആത്മപ്രശംസയോടെയും ഈ നബൂഖദ്നേസർ രാജാവ് ഒരു ജൽപ്പനം നടത്തിയ ജൽപ്പന ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചത് ഈ മഹത്തായ ബാബിലോൺ. ഈ മഹത്തായ ബാബിലോൺ നബൂഖദ്നേസർ അല്ല, അത് ദൈവമാണ് അത് അനുവദിച്ചു കൊടുത്ത്. എന്നിട്ട് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആത്മപ്രശംസ അഹങ്കാരത്തിലും ജൽപ്പനങ്ങൾ ഉതിർക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ വചനം ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് കേട്ട്, നബൂഖദ്നേസർ രാജാവ് നിന്നോടാണ് പറഞ്ഞ, രാജ്യം നിന്ന് വേർപെട്ടിരിക്കുന്നു, രാജ്യം നിന്ന് വേർപെട്ടിരിക്കുന്നു. മരിക്കുന്നതാണ് വരെ രാജാവായിരിക്കും നബൂഖദ്നേസർ രാജാവ് ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തകർന്ന് തരിപ്പണം. ഇവിടെ കാരണം എന്താ? ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, അഹങ്കാരത്തിന്റെ കൂടാരമായിട്ട് മാറി.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിലെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആയിരിക്കുന്ന മണ്ഡലം എന്ന് നിനക്ക് ആത്മപശംസയോ അഹങ്കാരം തുടങ്ങുന്നോ അന്ന് നിന്റെ ജീവിതത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് മറക്കരുത്. രണ്ടാമതൊരു മേഖലയാണ് ജീവിതത്തിൽ എന്ന് മുതലാണ് കോപം എരച്ച് വരാൻ തുടങ്ങുന്നത് അന്ന് മുതൽ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കണം. വീട്ടിൽ വന്ന അകാരണമായ കോപം, ആരെ കൂസാക്കാത്ത ഭാവം, എന്ത് കണ്ടാലും പൊട്ടിത്തെറിക്കുക, വായി വരുന്ന ചീത്ത മുഴുവൻ വിളിച്ചു പറയുക. ഈ ഒരു സ്വഭാവം പതുക്കെ പതുക്കെ നിന്റെ ജീവിതത്തിൽ പൊങ്ങാൻ തുടങ്ങി. ഓർമ്മിച്ചു, ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ എണ്ണം ദിവസങ്ങൾ എണ്ണി കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ എവിടെ വായിക്കണത്? അത് നമ്മൾ വായിക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലാണ്. രണ്ട് ദിനവൃത്താന്തം സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 26, രണ്ട് ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായം. അതിൻ്റെ ആ ഭാഗം 16 മുതലുള്ള ഭാഗത്ത് നമ്മൾ ഞാൻ അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയാൻ എന്നിട്ട് വായിച്ചാൽ മതി. അവിടെ കാണുന്നത് എങ്ങനെയാണ്? ഉസിയ എന്ന് പറയുന്ന രാജാവ്, ഉസിയ എന്ന് പറയുന്ന രാജാവ് വളരെ ചെറുപ്രായത്തിൽ തന്നെ രാജ്യഭരണം ഏറ്റെടുത്തതാണ്. അങ്ങനെ രാജാവായി ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവന് ഒരു തോന്നൽ. എന്താണെന്നറിയാവോ? പുരോഹിതന്മാരാണ് ബലിയർപ്പിക്കേണ്ടത്, പുരോഹിതന്മാരാണ് ധൂപാർപ്പണം നടത്തേണ്ടത്. അതിന് പകരം ഞാൻ തന്നെ അങ്ങ് ധൂപാർപ്പണം നടത്തിയാലും വലിയ കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിൽ ഇവനൊരു ധൂപാർപ്പണത്തിന് വേണ്ടി വരികയാണ്. അങ്ങനെ ധൂപാർപ്പണത്തിന് വേണ്ടി വന്നപ്പോൾ കരുത്തന്മാർ 80 പുരോഹിതന്മാരുടെ കൂടെ അസീറിയ പുരോഹിതൻ ചെന്നിട്ട് പറഞ്ഞ്, അല്ലയോ ഉസിയ, ഇത് നീ ചെയ്യേണ്ട പ്രവൃത്തിയല്ല, ഇത് ദൈവമായ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന പുരോഹിതന്മാർ ചെയ്യേണ്ട പ്രവൃത്തി, നീ ഇത് ചെയ്യാൻ പാടില്ല. നേരെ ഉപദേശം കൊടുത്തതാണ്. നീ അല്ല കടന്ന് ധൂപാർപ്പിക്കേണ്ടത്, അഹ്റോന്റെ പുത്രന്മാരുമാണ് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ചെയ്യേണ്ട പ്രവൃത്തിയുമാണത്, നീ ചെയ്ത തെറ്റാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ, രണ്ട് ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ സ്ക്രീനിൽ നോക്കി നമുക്ക് നന്നായിട്ട് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ഉസിയ കുപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസ്രിയായും മറ്റ് പുരോഹിതന്മാരും അവനെ നോക്കി, അതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. അടുത്ത ഭാഗത്ത് കാണുന്ന ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവന് പ്രത്യേക വസതിയിൽ കഴിഞ്ഞു എന്ന് വചനം പഠിപ്പിക്കുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശം, ഒരു ശാസന കിട്ടി, ഒരു തിരുത്തൽ കിട്ടി, ഇത്രയേ ഉള്ളൂ. അപ്പനമ്മ കൊച്ചിനെ വഴക്ക് പറയും, എത്രയും കൂടി വെച്ചാൽ മതി. അല്ലെങ്കിൽ മുതിർന്ന ഒരാളൊന്ന് ശാസിക്കുന്ന വഴക്ക് പറഞ്ഞു, മോനെ എങ്ങനെ ചെയ്യരുത്, ഇത് നീ ചെയ്യേണ്ടതല്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ പുരോഹിതൻ വന്നിട്ട് ഉപദേശം കൊടുത്ത് ഉസിയ പറയാ, ഉസിയ കുപിതനായി. ആ വാക്ക് വളരെ ഉസിയ കുപിതനായി. ഏതാണ്ട് സിംഹം ചാട്ട കൊടുഞ്ഞ് എഴുന്നേക്കുന്ന പോലെ അവൻ എഴുന്നിട്ട് നീ ആരെ എന്നെ പഠിപ്പിക്കാൻ എന്നത് ഉസിയ കുപിതനായി. കുപിതനായ ക്ഷണത്തിൽ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ട് ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് പുറത്തൊരു വസതി പോയി ഒളിച്ചു കഴിയേണ്ടി വന്ന്. ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ തുടങ്ങുന്ന പാപമാണ് കോപം. ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്ന കമ്പ് മുറിച്ചു കളയുന്ന പാപമാണ് കോപം. നീ ആയിരിക്കുന്ന സാധനം നിന്നെ വലിച്ച് താഴെ ഇടുന്ന സംഗതിയാണ് കോപം. ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പല രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നമുക്കറിയാം. ഒരു ചെറിയത് വന്ന് സംഗതി അത് അവസാനം നാശത്തെ കൊണ്ട് എത്തിച്ച്. ഒരു ചെറിയ പനി, ഇപ്പോൾ H1 പലതരത്തിലുള്ള പനികളുണ്ടല്ലോ, ഒരു ചെറിയ പനി വന്ന് 2 ദിവസത്തിനുള്ളിൽ ജീവിതം തീരുന്ന അവസ്ഥയാണ്. അതാണ് കാലഘട്ടം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ചെറിയ പനി നിസ്സാരമായി കണക്കാക്കരുത്. ശരീരത്തിലെ ചെറിയ സംഗതി നിസ്സാരമായി കണക്കാക്കും. നമ്മൾ വേഗം പോയി ചെക്കപ്പ് നടത്തും, ഈ സ്പെഷ്യലിസ്റ്റിനെ കാണും എന്ന് പറയുന്ന പോലെ നീ നിന്റെ ജീവിതത്തിൽ നിസ്സാരമാക്കി കളിയാക്കുന്ന ചില സംഗതികളുണ്ട്. അഹങ്കാരമാകാം, ആത്മവിശ്വാസമായ കോപമാകാം. ഇങ്ങനെ നിസ്സാരമാക്കി കണക്കാക്കുന്ന സംഗതി വളർന്ന് നിന്നെ ആയിരിക്കുന്ന അവസ്ഥ മാറ്റപ്പെട്ടതുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ നശിപ്പിക്കുന്ന അടുത്ത മൂലപാപമാണ് അലസത. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ്: മൂലപാപങ്ങളുടെ വേര് ശരീരത്തിൽ മുറുകിയാൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു കാലഘട്ടത്തിനുള്ളിൽ മാറ്റപ്പെടേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യം ഞാൻ നിധിപ്പിക്കാത്ത പക്ഷം
അത് നമ്മൾ വായിക്കുന്നത് 2 സാമുവേൽ 11 അത് നിങ്ങൾ വായിക്കണമെന്നില്ല, അച്ഛൻ പറയാം. 2 സാമുവേൽ 11 അധ്യായത്തിൽ, ആ 11 അധ്യായത്തിൽ എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോകാറുള്ള സമയത്ത്, ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ ദാവീദ് എന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിന് പോകേണ്ടതാണ്. യുദ്ധത്തിന് പോകുമ്പോൾ വാഗ്ദാന പേടകം കൊണ്ടുപോകും. വാഗ്ദാന പേടകത്തിന്റെ കാവൽ സൂക്ഷിപ്പുകാരനാണ് രാജാവ് എന്ന് പറഞ്ഞാൽ. കലാൽ സൈന്യം, പടയാളികൾ, കുതിരപ്പടയാളികൾ, അങ്ങനത്തെയുള്ള ഓരോ പടയാളികളും മുൻപിൽ നിന്നിട്ട് ഏറ്റവും പുറകിൽ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് പ്രധാന പുരോഹിതന്മാർ, അതിന് തൊട്ട് മുമ്പിലാണ് രാജാവ്. എന്ന് പറഞ്ഞാൽ രാജാവിനെ കൊന്നിട്ടേ വാഗ്ദാന പേടകം ശത്രുക്കൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വാഗ്ദാനപ്പെട്ട യുദ്ധസ്ഥലത്തായിരിക്കുന്ന സമയത്ത് ദാവീദ് അലസനായി ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതെ, ദൈവഗതം നിറവേറ്റാതെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അങ്ങനെ നടന്നപ്പോഴാണ് ബത്ശേബയുടെ പാപത്തിന്റെ ചെളിക്കുള്ളിലേക്ക് വീണത്. ദൈവഗതം നിറവേറ്റാത്ത അലസത, ദിവസം മുഴുവൻ ഉറങ്ങി തീർക്കുന്ന സ്വഭാവം. അലസതയുടെ പേര് എന്ന് പിടിമുറുക്കുന്നു. പ്രിയപ്പെട്ട ചിലപ്പോൾ കണ്ടില്ലേ, മാൻപേടയെ വലിയ പെരുമ്പാമ്പ് അങ്ങോട്ട് ആദ്യം ഒറ്റ ചുറ്റും, പിന്നെ ചുറ്റി അവസാനം മാൻപേടയെ കാണാൻ പറ്റാത്തത് പെരുമ്പാമ്പ് അതിനെ അങ്ങോട്ട് ഇറുക്കി കൊല്ലണത് പോലെ, അതിനെ വിഴുങ്ങണത് പോലെ. അലസതയുടെ പേര് നിന്റെ കാലിൽ എന്ന് ചുറ്റാൻ തുടങ്ങുന്നു. അത് ചുറ്റി ഒരു കാലത്ത് നിന്നെ പിടിമുറക്കും, നിന്നെ കാണാൻ പറ്റാത്ത വിധം നശിപ്പിക്കുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആയിരക്കെന്ന സ്ഥാനത്ത് നിന്നെ നിഷ്കരണം കട്ട് ചെയ്യുന്ന അടുത്ത മൂലപാപമാണ് മോഹം. ഈ ജഡത്തിന്റെ ദുരാശകൾ എന്ന് ശരീരത്തിൽ ആവസിക്കാൻ തുടങ്ങുന്നു. എന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന, നീ ഇപ്പോ ഒരു എല്ലാവരുടെ മുമ്പിൽ നല്ല മാന്യതയുള്ള ഒരു ജോലിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കും നീ. അനേകം മീഡിയകളിലൂടെ നീ പ്രസംഗിക്കുന്ന ആളായിരിക്കും, ഒക്കെ ശരി തന്നെ. എന്നാൽ ജഡത്തിന്റെ മോഹങ്ങൾ വേറെ ആരും അറിയണ്ട, ഈ ലോകത്ത് ഒരു വ്യക്തി പോലും അറിയാതെ വളരെ രഹസ്യമായി നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, അത് മദ്യപാനമാണെങ്കിലും, വ്യഭിചാരമാണെങ്കിലും, സ്വയംഭോഗമാണെങ്കിലും, സ്വവർഗഭോഗമാണെങ്കിലും, പോണോഗ്രഫി ആണെങ്കിലും, ബലാത്കാരമാണെങ്കിലും, പെഡോഫീലി ആണെങ്കിലും, എന്ത് സംഗതിയാണെങ്കിലും, നീ രഹസ്യത്തിൽ ഈ വക പ്രവൃത്തി ഏർപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദേശം ഒരു നാളുകൾ കഴിയുമ്പോൾ ആ ദേശം തന്നെ നീ കട്ട് ചെയ്ത് പള്ളേ കളയും. Where do we see that? എവിടെ നമ്മൾ കാണുന്നത് ലേവരുടെ പുസ്തകത്തിലാണ്. ലേവരുടെ പുസ്തകം 18 അധ്യായം. ലേവരുടെ പുസ്തകത്തിൽ അതിൻ്റെ 18 അധ്യായത്തിൽ ചില വചനങ്ങളുണ്ട്. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 18 വേഴ്സ് 20. ലേവരുടെ പുസ്തകം 18 അധ്യായത്തിൻ്റെ 20 വാക്യം ആദ്യം വായിക്കണം, പിന്നെ 22 വാക്യം വായിക്കണം, പിന്നെ 23 വാക്യം വായിക്കണം. ലേവ്യർ 18:20 നമുക്ക് വായിക്കാം. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടുകൂടെ സഹിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത്. അടുത്ത വചനം 22 വാക്യം 22. സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെ നീ സഹിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. 23 വാക്യം. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞ മൃഗഭോഗം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, സ്വഭോഗം ചെയ്യരുത്. നീ ഉള്ള രാജ്യത്തിന്റെ നിയമം എന്ത് തന്നെയായാലും യു ആർ നോട്ട് ബൗണ്ട്. നീ ചെയ്യേണ്ട കാര്യം, നീ ദൈവത്തിന്റെ നിയമം നോക്കണം. ആ രാജ്യത്ത് അത് അനുവദിച്ചപ്പെട്ടത് മുഴുവൻ ചെയ്യാനുള്ള ആളല്ല നീ. ഇപ്രകാരമുള്ള പ്രവർത്തി ഏർപ്പെടാൻ ഒരു കാലഘട്ടം എന്ത് സംഭവിക്കുന്നത് 25 ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 18 വേഴ്സ് 25. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു, അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും, അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു, അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും, അത് അതിലെ നിവാസികളെ പുറന്തള്ളും എന്ന് പറഞ്ഞാൽ നീ എവിടെയാണെങ്കിലും, ഒരു സ്ഥാപനത്തിലാണെങ്കിലും, ഒരു കുടുംബത്തിലാണെങ്കിലും, നീ ഒരു ദേവാലയത്തിൽ, നീ ഏത് മേഖലയിൽ ശുശ്രൂഷിക്കുന്ന ആളാണെങ്കിലും ശരി, ആ ദേശത്തെ അശുദ്ധമാക്കുന്ന ഇത്തരം ഏത് പ്രവൃത്തി ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങൾ എന്ന് ശരീരത്തിൽ വരുന്ന അന്ന് മുതൽ ആ ദേശം നിന്നെ പുറന്തള്ളാൻ തക്കം പാർത്തുകൊണ്ടിരിക്കും. നീ ഒരു സ്ഥലത്ത് വെച്ച് പാപം ചെയ്ത് വിചാരിക്കുക,
ഒരു റൂമിൽ വെച്ച് പാപം ചെയ്ത് വിചാരിക്കാം, ഒരു ഭാഗത്ത് വെച്ച് പാപം ചെയ്യുന്ന വിചാരിക്കാം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ ദേശം നിന്നെ നോക്കി, എപ്പോഴെങ്കിലും നിന്നെ ആ ആയിരിക്കുന്ന സ്ഥാനത്ത് ഉണ്ടി താഴെ ആ ദേശം നോക്കിയിരിക്കാം. ആര് ക്ഷമിച്ചാലും ഭൂമി ക്ഷമിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരുപാട് മേഖലകളെ തകർന്ന് താഴെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മനസ്സിലാക്കിയേ, സഹനമല്ലാത്ത എല്ലാ തകർച്ചകൾക്കും പുറകിൽ പാപമുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇൻ യുവർ ഹാർട്ട്. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ദൈവം ഓർമ്മപ്പെടുന്ന കാര്യമുണ്ട്. അതിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനമല്ലാത്ത എല്ലാ തകർച്ചകൾക്കും പുറകിൽ പാപം ഉണ്ടാകും. പാപം രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അത് അതിൻ്റെ ദൗത്യം നിർവഹിക്കും. മൂലപാപത്തിന് ഉള്ള ഒരു സംഗതിയാണ് നീ ആയിരിക്കും സ്ഥലത്തിനെ പുറന്തള്ളിക്കളയുക. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മൂലപാപത്തിന്റെ പേരാണ് ദ്രവ്യാഗ്രഹം, ആക്രാന്തം, ആർത്തി. എത്ര കിട്ടിയാലും മതി വരികയല്ല. അതിനു വേണ്ടി എന്ത് വഴി ഉപയോഗിക്കും. അത് കരിഞ്ചന്ത നടത്തിയിട്ടാണെങ്കിലും ശരി, കൊള്ളപ്പലിശ എഴുതേണ്ടതുണ്ടെങ്കിൽ തട്ടിയമ്മ നടത്തിയിട്ടാണെങ്കിലും ശരി, ഏത് മേഖലയിലാണെങ്കിലും ശരി എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഓരോ കാര്യങ്ങൾ കാട്ടാൻ നിൽക്കരുത്. കണ്ണ് കെട്ടിവിട്ട കാളയോടുന്ന പോലെ ഓടാനുള്ള വ്യക്തിയല്ല നമ്മള്. അതിന് നല്ല കോൺക്രീറ്റ് ഉദാഹരണം നമ്മൾ ബൈബിളിൽ കാണുന്നത് 1 സാമുവേൽ 15-ാമത്തെ അധ്യായത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സാവൂൾ എന്ന് പറയുന്ന രാജാവുണ്ട്. ഈ സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത് ഒരുപാട് കാലത്തേക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് അവനെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അമലേക്കന് വേണ്ടി യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞ്, നീ അവിടെ നിന്ന് ഒരുപാട് യുദ്ധം കഴിഞ്ഞ് ഒരുപാട് കാളകൾ കാണും, ഒരുപാട് വസ്തുക്കൾ കാണും, ഇതൊന്നും നീ എടുക്കരുത്, ഇതൊന്നും നിനക്ക് അനുവദിച്ചിട്ടില്ല. ലോകത്തിന് അനുവദിക്കപ്പെട്ടത് മുഴുവൻ നിനക്ക് അനുവദിക്കപ്പെട്ടില്ല. കാരണം നീ യേശുവിൻ്റെ ആളാണ്, നീ ക്രിസ്ത്യാനിയാണ്, നീ യേശുവിൻ്റെ രക്ഷകനെ നാഥനെ സ്വീകരിച്ച ആളാണ്. ഈ ലോകം ചെയ്യുന്നില്ല, നിനക്ക് ചെയ്യാൻ അനുവാദം ഇല്ല. എന്നാൽ സാവൂൾ എന്ത് ചെയ്ത്? സാവൂൾ അത് മറന്ന് അതിന് 15-ാമത്തെ 9-ാമത്തെ വാക്യം, 1 സാമുവേൽ chapter 15 verse 9. 1 സാമുവേൽ 15:9 വായിക്കാം. എന്നാൽ സാവൂളും ജനവും ആഹാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമയായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂള് തൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട സംഗതിയെല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റിവെച്ച് എന്ന് പറഞ്ഞാൽ അവന് ചില പ്രത്യേക ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ദേശം എങ്ങനെയാണെങ്കിലും ഒക്കെ ശരി തന്നെ, പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന വഴി മാറരുത്. കാര്യം അതിന് നെറ്റ് റിസൾട്ട് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം പറയാത്ത വഴിയെ പോകരുത്. അവനെന്ത് ചെയ്ത്? അവൻ ശരിക്കും പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം, ഒരുപാട് കാര്യങ്ങൾ വാരിക്കൂട്ടാനുള്ള പ്രവണത. എൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ തന്നെ തകർച്ചയിൽ ഇരിക്കുന്ന കമ്പ് വെട്ടിമുറിച്ചത് തുല്യാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ദൈവം ഒരു സ്ഥാനത്താക്കിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ സ്ഥിരമായി നിൽക്കണമെന്നുള്ളതും നീ വഴി ദൈവം അത് നിറവേറ്റാൻ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നീ വരുത്തുന്ന വീഴ്ചകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവദാസനും ദൈവദാസി എന്ന് ചിന്തിക്കണം. കഠിനമായ കോപം നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ഒരു പ്രത്യേക തരത്തിൽ അഹങ്കാരത്തിന് ചിന്തകൾ വരുന്നുണ്ടോ? ദ്രവ്യാഗ്രഹം കൊണ്ട് ഒരു മൂർത്തി ഭാവമായിരിക്കുന്ന ഹൃദയമാണ് നിന്റെ ഹൃദയം. അലസതയുടെ പേര് നിന്റെ ജീവിതത്തിൽ ചുറ്റുന്നുണ്ടോ? ദേശത്തെ അശുദ്ധമാക്കുന്ന ജഡത്തിന്റെ ദുരാശകൾ രഹസ്യമായും പരസ്യമായും നിന്റെ ജീവിതത്തിൽ നടമാടുന്നുണ്ടോ? ഓർമ്മയിൽ വെക്കുക, നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് വരുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ കർത്താവിലേക്ക് തിരിയണം, എളിമപ്പെടണം. നിന്റെ പാപക്കറകൾ ഇത് നോമ്പ് കാലമാണ്. ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ ഉപവാസം എടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ നമ്മൾ തീരുമാനമെടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കാര്യത്തിനും ഓരോ ദൗത്യങ്ങളുണ്ട്. എന്നാൽ കോപത്തിനൊരു ദൗത്യമുണ്ട്, അലസതയ്ക്ക് ഒരു ദൗത്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ മൂലപാപങ്ങൾക്കും പിശാചാൻ ഏൽപ്പിക്കപ്പെടുന്ന ചില ദൗത്യങ്ങളുണ്ട്. ദൈവവചന പ്രകാരം നീ അതിനെല്ലാം ചെറുതെന്ന് കീഴ്പ്പെടുത്തണം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്.
നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിന് നിന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കഠിനമായ കോപം, അലസത, ദ്രവ്യാഗ്രഹം, ജഡത്തിൻ്റെ ദുരാശ, അലസത, മോഹം എല്ലാം ജീവിതം കഴിയുകളഞ്ഞൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അതിരോ ഹൃദയം നന്നായിട്ട് തുറന്ന് പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും നീക്കാൻ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ആവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, അനുതപിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഓരോ ദാസിദാസന്മാരും പ്രാർത്ഥിക്കുക. കർത്താവേ, അനുതാപത്തിന് കൃപ നൽകണമേ, അനുതപിക്കാൻ കൃപ നൽകണമേ. യേശുവേ, എനിക്ക് അനുതപിക്കാൻ കൃപ നൽകണമേ. കർത്താവ് ദാനിയേലിനെ വഴി നബൂഖദ്നേസറിനോട് പറഞ്ഞു, നീ ഒരു കാര്യത്തെക്കുറിച്ച് അനുദപിച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വസ്ഥത കാലം നിനക്ക് നീട്ടി തന്നേക്കാം. പ്രിയപ്പെട്ട ദൈവമായതിലെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ നിന്റെ വീഴ്ചയ്ക്ക് കാരണമായിരിക്കുന്ന ഏതെങ്കിലും മൂലപാപത്തിന്റെ പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമായതിലെ നീ അനുദപിക്കാൻ കൃപ നൽകണമെന്ന് കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി ഉറക്കം വിളിച്ചിട്ട് യേശുവേ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകി. കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കം വിളിച്ചിട്ട് യേശുവേ അനുതാപിക്കാൻ കൃപയേകണമേ, വിശുദ്ധാത്മാവേ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ അനുതാപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ കോപ്പിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ മാതാവി, വിതയ്ക്കപ്പെട്ട വചനം സാത്താൻ മോഷ്ടിക്കാതിരിക്കാൻ, വെയിലേറ്റ് വാടാതിരിക്കാൻ, പക്ഷികൾ അത് തിന്ന് നശിപ്പിക്കാതിരിക്കാൻ, 100 മേന് ഫലം പുറപ്പെടുവിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.